ഇപ്പം നമ്മളുള്ളത് ആഗ്ര ഫോർട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ്. 40 റുപ്പീസാണ് ഇന്ത്യൻ ടൂറിസ്റ്റിന്. ആഗ്ര ഫോർട്ടിൻ്റെ എൻട്രി ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് പോകണം. 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ട. പിന്നെ ഇവിടെ ഗൈഡ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട്. ഇതാണ് ആ ബ്രിഡ്ജ്. ചെയിൻ മേളിലോട്ട് പുള്ളി ചെയ്യുമ്പം ഇത് മേളിലേക്ക് പോകുന്നത്. ഇവിടെ ചുറ്റും വാട്ടർ ബോഡി ഉണ്ട്. ഈ വാട്ടർ ബോഡി എന്ന് പറയുന്നത് കിലയ്ക്ക് പ്രൊട്ടക്ഷനായിട്ടാണ് ഈ വാട്ടർ ബോഡി കൊടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതാണ് കിള്ളയുടെ എൻട്രി ഗേറ്റ്. ഇവിടെയാണെങ്കിൽ കുറേ സാധനങ്ങൾ അലൗഡ് അല്ല. ഇതൊക്കെയാണ് ഇവിടെ അലൗഡ് അല്ലാത്ത സാധനങ്ങൾ. അതുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകുന്നു. മൈക്രോഫോണും ഒന്നും അലൗഡ് അല്ലാത്ത ഹെഡ്സെറ്റും ഒന്നും. അതുകൊണ്ട് ആരും അതൊന്നും എടുത്തിട്ട് വരില്ല. ഫോൺ മാത്രം കൊണ്ടുവരിക. ഈവൻ സെൽഫി സ്റ്റിക്ക് പോലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും കൊണ്ടുവരരുത്. ആദ്യത്തെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ആദ്യം സെക്യൂരിറ്റി ചെക്കിംഗ് ആണുള്ളത്. അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് കയറി കഴിഞ്ഞ് അവിടെയാണ് ടിക്കറ്റ് ചെക്കിംഗ് ഉള്ളത്. അവർ ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കടത്തി വിടുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫോറിനേഴ്സായിട്ടും ഇന്ത്യൻസും ഒരുപാട് പേരുണ്ട്. ഫോർട്ടിനകത്തേക്കുള്ള എൻട്രി വേ ആണ്. ഇവിടെ ഫുള്ള് റെഡ് സ്റ്റോൺ കൊണ്ടാണ് നടപ്പാതയെല്ലാം ചെയ്തേക്കുന്നത്. റെഡ് ഫോർട്ട് എന്നാണ്, കാരണം ഫുള്ളി റെഡ് കളറാണ് ഇതിൻ്റെ ഒരു സ്റ്റോൺസ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ വോളൊക്കെ ചെയ്തേക്കുന്ന ചുമന്ന ഇഷ്ടിക കൊണ്ടാണ്. ഒത്തിരി പഴക്കം, എത്ര വർഷത്തെ പഴക്കമുള്ളതാണ് അതൊക്കെ. കുറച്ചധികം മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ മറ്റൊരു ഗേറ്റിലേക്ക് നമ്മളെത്തും. കുറച്ചേറെ മുന്നോട്ട് നടക്കാനുണ്ട്. നല്ലൊരു മൈതാനം, നല്ല പച്ചപ്പോട്. ആഗ്ര ഫോർട്ടിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയേക്കുന്നതാണ് ഇവിടെ. ഇത്തിരി വെയിലായത് കാരണം അത്ര ക്ലിയർ ആവുന്നില്ലായിരിക്കും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആഗ്ര ഫോർട്ട് ഈസ് ദ ഓൺലി ഫോർട്ട് ഇൻ ഇന്ത്യ. Abdul Faisal recorded that about 500 beautiful buildings were constructed inside the fort. Some of them were demolished by Shah Jahan to make room for his British rulers. Between AD 1803 to 1862 for raising barracks. Now hardly 30 Mughal buildings survive primarily on riverside. Agra Fort has been inscribed in the list of World Heritage Monument by the UNESCO 1983. ഇതിൻ്റെ ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് വുഡ് കൊണ്ട് ചെയ്തേക്കുന്ന ഗേറ്റാണ്. രണ്ട് സൈഡിലായിട്ട്. ബാ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. അവിടെ ഇവിടെയായിട്ട് വീണ്ടും റിനോവേഷൻ പണികളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത്രയേറെ പഴക്കമുള്ള ഈ ഫോർട്ടിന് അത് റിനോവേഷൻ വേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് കാസ് മഹൽ, ഷീഷ് മഹൽ ആൻഡ് മുത്തമാൻ ബുർജ് കാണപ്പെടുന്നത്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഫോർട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെപ്പ് വെൽ, ദിവാൻ ആം വെല്ലാണ് ഈ കാണപ്പെടുന്നത്. വളരെ വലിയ വെല്ലാണ്. ഇത് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതുവഴി കാണാൻ കഴിയത്തില്ല, വെള്ളം കാണാൻ പറ്റും.
ഫോർട്ടിലേക്ക് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വെല്ല് സ്ഥിതി ചെയ്യുന്നത്. ഫോർട്ടിൻ്റെ സൈഡിലായിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന കുറേ ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. ഇവിടെ കുറേ മൂവീസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ജോധ അക്ബർ അങ്ങനെ കുറേ മൂവീസിൻ്റെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പം രത്തൻ സിംഗ് കി ഹവേലിയാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രത്തൻ സിംഗ് കി ഹവേലി കാണാം. വലിയ വലിയ വീടുകൾക്കാണ് ഹവേലി എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഈ ഗാർഡനിലിരിക്കാനുള്ള ഇതില്ല, അവർ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ് ഗാർഡനിലിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് കനോണാണ് ഈ കാണപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എഴുതിയേക്കുന്ന ബ്രിട്ടീഷ് കനോണാണ്. ഇത് കാണുന്നതാണ് ദിവാൻ ഐക്കാസ്. ദിവാൻ ഐക്കാസ് എന്ന് പറയുന്നത് ഹോൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ് ആണ്. ഇത് ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ഷാജഹാനാണിത് ബിൽഡ് ചെയ്തേക്കുന്നത്. 1635 to 1637 ആണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതറിയപ്പെടുന്ന ഈ ഏരിയയിലായിട്ടാണ് രാജാവ് ഇരിക്കുന്നതും പിന്നെ ഇതിൻ്റെ ഭടന്മാരൊക്കെ നിൽക്കുന്നത്. ഇവിടെ പ്രജകൾ നിൽക്കുന്ന ഏരിയയാണ് ഇതിൻ്റെ വെളിഭാഗത്തെന്നാണ് പറയപ്പെടുന്നത്. ജോധ അക്ബർ എന്ന മൂവിയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റൂംസൊക്കെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ലോക്ക്ഡ് ആണ്. മേ ബി ഓരോരുത്തരുടെയും താമസ സ്ഥലങ്ങളായിരിക്കാം അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെയൊക്കെ. കുറേ അധികം റൂംസ് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നാജ്ന മസ്ജിദ് 1635 AD അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിനോട് ചുറ്റും ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് റൂംസൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു പല പല സ്റ്റേറ്റിൽ നിന്ന്. അതുപോലെ ഫോറിനർ ടൂറിസ്റ്റുകളും ഒത്തിരി എത്തുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ റൂമുകളാണ്. അവരൊക്കെ ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാരും അവരൊക്കെ ഉപയോഗിച്ചിരുന്ന റൂമുകളൊക്കെ ആയിരിക്കും. ഇതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇന്ന കാലത്തെ വീടുകൾക്ക് നടുമുറ്റം എന്ന പോലെ അന്നത്തെ നടുമുറ്റം പോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ മാർബിൾ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ദിവാൻ ഐക്കാസ്.
ഇവിടെ നിന്ന് നോക്കുമ്പം റെഡ് ഫോർട്ട്, ആഗ്ര റെഡ് ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താജ്മഹൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് താജ്മഹൽ. നേരത്തെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, ഫോർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനോട് ചുറ്റും വാട്ടർ ബോഡി ഉണ്ട്. അതായത് ഒരു തടാകം പോലെ ഇങ്ങനെ ഒരു ഇത് ദിവാൻ ഐക്ക 1635 AD ആണ്. ദ ഹോൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ് ആണ് ഈ ദിവാൻ ഐക്കാസ് എന്ന് പറയുന്നത്. ഇത് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഈ ദിവാൻ ഐക്കാസ് ബിൽഡ് ചെയ്തേക്കുന്നത്. മുഗൾ കിങ് ഷാജഹാൻ 1635 ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതിന് 2 വലിയ ഹോൾസ് ഉണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് പല ഇവന് ചുറ്റോടുമുള്ള ഏരിയകളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അത്ര ഹൈറ്റിലാണിത് ഈ റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു മാർബിളിൻ്റെ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് രാജാവിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷാ ഹമാം ആൻഡ് വാട്ടർ സപ്ലൈ സിസ്റ്റം, കുളിക്കാനുള്ള സ്ഥലം ഒക്കെ ഉള്ളത് ഇവിടെയാണ്. ഇവിടെ നാജിന മസ്ജിദ് ഉണ്ട്. ഇവിടെ ഇതാണ് ഇവിടുത്തെ മോസ്ക്. മാർബിൾ കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ് ഈ മോസ്ക്. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മോസ്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മോസ്കാണ്. അവിടെയാണ് കൈയും പാദവും ഒക്കെ കഴുകാനായിട്ടുള്ള ഒരു വാട്ടർ ബോഡി അവിടെയാണ്. ഇതെല്ലാം ഫോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ ടൈമും ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. എത്ര ചൂടാണേലും തണുപ്പാണേലും ഇവിടുത്തെ ഗ്രീനറി എപ്പോഴും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ഇതകത്തൂടെ ചെല്ലുമ്പോൾ ഒരു ബാബൂർസ് ബൗലി ആൻഡ് ഓവർ ഹെഡ് ടാങ്ക് വാട്ടർ വർക്ക്സ്. ഇതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് ആണെന്നാണ്. കിലയ്ക്ക് ചുറ്റും ഇതുപോലെ വാട്ടർ ബോഡി ഉണ്ട്. അവിടെ എന്നാ പറയുക, മുതല ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആൾക്കാർ മീൻസ് കള്ളന്മാരോ അങ്ങനെയുള്ള ശത്രുക്കളോ ഒന്നും ഇതിനകം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ ആഗ്ര കില എന്ന് പറഞ്ഞിട്ട് നല്ല പച്ചപ്പുൽച്ചെടിയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ റോഷ്നറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദിയ കത്തിച്ചിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെ വെച്ച് എല്ലാ ഈ ഓപ്പണിങ്ങിലും ഇവിടെ കാണുന്ന ഈ ഇതിലും ദിയ വെച്ചതിന് ശേഷം ദിയ കത്തിക്കും. അങ്ങനെ റോഷ്നി, അതായത് പ്രകാശം പരത്തുന്നത് പോകുന്നു. അതാണിത് റോഷ്നറ. ഇത് മറ്റൊരു ഏരിയയാണ്. ഇവിടുത്തെ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ ഹാൻഡ് വർക്കുകളാണ്. ഇത് മിഷൻ വർക്കുകളൊന്നും അല്ലാതെ ആർട്ട് വർക്ക് ചെയ്തേക്കുവാണ് മാർബിളിനകത്ത്. കാണുന്നത് മുസമ്മൻ ബുർജാണ്. മുസമ്മൻ ബുരി. ജയിലാലുണ്ടല്ലോ മുസമ്മൻ ബുർജ്.
പൂണയിലൊക്കെ സ്റ്റോൺ പതിപ്പിച്ചിട്ടുണ്ട്. സ്റ്റോണിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ ലൈറ്റിംഗ് ഉണ്ടാകുമെന്നൊക്കെയാണ് പറയണത്. ഈ ഫുള്ള് ഈ ഒരു എന്താ പറയുക, മുത്തമ്മൻ ബുർജിൽ ഫുള്ള് തൂണുകളിലും വോൾസിലും എല്ലാം സ്റ്റോൺ. ഗാർഡനൊക്കെ വളരെ മനോഹരമായിട്ട് റെഡ് സ്റ്റോൺ കൊണ്ട് അലങ്കരിച്ചാണ് ചെയ്തേക്കുന്നത്. നമ്മൾ മേളിൽ നിന്ന് താഴെ ഇറങ്ങി താഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ കീപ്പ് ഓൺ വാച്ചിങ്.